രാജൻ ബാബു എന്ന മുരാരി തന്ത്രി, ഇപ്പം മുരാരി തന്ത്രിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് രാജൻ ബാബു എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പിന്നെ അതിനുശേഷം ഇയാൾ മുരാരി തന്ത്രിയായി. ഇയാൾ കൊട്ടാരക്കര ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന് ചാരായം വാറ്റി ചാരായം കുടിയനും അതുപോലെ പെണ്ണും ഹരമായിട്ടുള്ള ഒരാളാണ് മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ ബാബു. ഇയാൾ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ അലവലാദികൾ വന്നിട്ട് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് സ്ത്രീകളാണ് അതിൽ കൂടുതലും, ഒരു 3-4 കമൻറ്റുകൾ കണ്ടായിരുന്നു അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് എങ്ങനെയുള്ളവർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ 1-2 പുരുഷന്മാരും ഒക്കെ വന്ന് കമൻ്റ് ഇട്ടു. അപ്പോൾ ഈ കമൻ്റ് ഇട്ടവരും അവരാ കുടുംബത്തോടെ അവിടെ പോകുന്നവരായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനത്തെ മോശം കമൻറ്റുകൾ വന്നത്. ഈ മുരാരി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു. ഒരമ്മയും മോളും കൂടെ അവിടെ മോളെ ബാധ ഒഴിപ്പിക്കാൻ വരെയാണ്. മകളെ റൂമിനകത്തോട്ട് കൊണ്ടുപോകുന്നു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ഈ മുറാറി തന്ത്രീര നല്ല ആക്ഷൻ കാണിക്കാൻ നല്ല മിടുക്കാണ്. കഴുത്ത് ഇങ്ങനെയൊക്കെ കറക്കി ഒക്കെ ഒരു ആക്ഷൻ കാണിപ്പുണ്ട്, റീൽസൊക്കെ ചെയ്തത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. കണ്ണൊക്കെ തള്ളി ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നത്. ആക്ഷനിൽ ഒരു കുറവുമില്ല കേട്ടോ, റീൽസ് ചെയ്യണതാണ്. അപ്പോൾ ഇയാൾക്ക് സ്ത്രീകളടുത്ത് മാത്രമല്ല പുരുഷന്മാരുടെ അടുത്തും ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ അടുത്തുണ്ടെന്ന് പറയാൻ ജാസി പറയുന്ന കാര്യമുണ്ട്. ജാസിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി ഗൾഫിൽ വെച്ചെന്നു. അപ്പോൾ ആണുങ്ങളെയും വെറുതെ വിടൂലല്ലേ മുരാരി തന്ത്രി. അതൊന്ന് കേട്ടു നോക്കാം. മുരാരി തന്ത്രിയെ പരിചയപ്പെടുത്തി തന്നത് നന്ദിനി റെഡ്ഡി. മുരാരി തന്ത്രി വെറും ചെറ്റ, അയാൾ എന്നോട് ചെയ്തത് അറിയണോ? ഇനി യൂട്യൂബ് ചാനൽ എല്ലാവരും പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട കമന്റോളികളെ, ജാസി വരെ പറയുന്നുണ്ട് വെറും ചെറ്റയാണെന്ന്. മുരാരി തന്ത്രി ഇല്ലേ, എനിക്ക് അയാൾ ദുബായിനെ അറിയാം ഓൾറെഡി. കാരണം ദുബായിലുള്ള സമയത്ത് എനിക്ക് അയാളെ അറിയാം. എനിക്ക് അയാളെ പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഒരു മൂവിയുടെ കാര്യത്തിന് വേണ്ടിയാണ് അയാൾ എന്നെ അപ്രോച്ച് ചെയ്തത്. ഒരു മൂവി ഉണ്ട്, അതിലൊരു ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു. വീട്ടിലേക്കാണ് വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞ് അയാൾ ഞാൻ ഒറ്റയ്ക്കാ പോവാന്ന്. പക്ഷെ ആശ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ആശ ഞാനും കൂടെ ആശയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. 3 ആളും കൂടെ പോയത്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു ഇനി ഒരു വട്ടം കൂടി വരണം, ഡയലോഗ് തന്നു, ഡയലോഗ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു അന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ആശ എങ്ങനെ വരുന്നത്, ഒറ്റയ്ക്ക് വന്നാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ രണ്ടാമത്തെ ഒരു ഇതിന് ഞാൻ പോയില്ല, നമുക്ക് സമ്മതിച്ചില്ല പോകാനായിട്ട്. പിന്നെ അതിന്റെ ശേഷം പിന്നെ എനിക്ക് ആ സിനിമയെ കുറിച്ച് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ പിന്നെ ഇയാളൊരു വാർത്ത പോയി 16 വയസ്സായ ഒരു കുട്ടിനെ പീഡിപ്പിച്ചു, പ്രായപൂർത്തി ആവുന്ന പെൺകുട്ടിനെ പീഡിപ്പിച്ചു പറയുമ്പോൾ എനിക്ക് തോന്നിയത് പറയാം. അങ്ങനെ അയാളുടെ സ്വഭാവം ആൾക്കാരെ അറിയട്ടെ. ഇങ്ങനെയുള്ള സ്വഭാവം പണ്ടേ ഇയാള് ഇങ്ങനെ സ്വഭാവമുള്ള ആളാണെന്നുള്ളത് ആൾക്കാരെ അറിയട്ടെ. പിന്നെ ആൾക്കാരെ പറയണ്ടാവും അന്ന് ഞാൻ ഓൾറെഡി എന്റെ ശരീരം കൊണ്ട് ആണായിരുന്നു, മനസ്സ് മാത്രമായിരുന്നു പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആൾക്കാർ താഴത്തെ കമന്റ് വരും, നീ അന്ന് ആണുങ്ങളെ പോലെ അന്ന് എന്താ പ്രശ്നമുള്ളത്. ഈ പറയുന്ന ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ ആൺകുട്ടികളെ ഇവര് തന്ത്രത്തിന്റെ അടുത്ത് വിടട്ടെ. എന്തുകൊണ്ട് വിടുന്നില്ല? ആണിനും ഉണ്ട് മാനം, പെണ്ണിനുണ്ട് മാനം. ആണുങ്ങളെയും വെറുതെ വിടൂല ഈ കിളവൈ. പെണ്ണിന് മാത്രം ഉണ്ടെന്ന് പറഞ്ഞൊന്നും ഇതല്ല, ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. മാനത്തിന് എല്ലാവർക്കും ഒരേപോലെ വിലയുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ അവർ സ്വന്തം ആൺകുട്ടികളല്ലേ, കുഴപ്പമൊന്നുമില്ല, ഒരു തന്ത്രന്റെ കൂടെ പോയിട്ട് എന്താ പ്രശ്നമുള്ളത്? അവർ വിടട്ടെ, അവർ ആൺകുട്ടികളെ എന്തുകൊണ്ട് വിടുന്നില്ല? ജാസി ആശയം കൊണ്ടാണ് ഇയാളത്തെ ഏതോ ഫിലിമിൽ അങ്ങോട്ട് ട്രാൻസ് ആയിട്ട് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞ് അങ്ങനെ ഇയാള് പറഞ്ഞ് അങ്ങനെ ജാസി ചെല്ലുന്നു. പിന്നെ പറഞ്ഞ് ഇനി വരുമ്പോൾ ഒറ്റയ്ക്ക് വരണം. ഇയാളെന്തേര് ഈ മുതുകിളവ ഒറ്റയ്ക്ക് വിളിക്കണത്? അതുപോലെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയായിട്ടാണ് അവിടെ ചെല്ലുന്നത്. കുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയെന്നും പറഞ്ഞ്. ഇതിപ്പോൾ തോന്നണം ഇയാളെ ദേഹത്താണ് ബാധ കൂടിയെന്ന്. ഇയാളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ജനങ്ങളെ വേണം അടിക്കാനായിട്ട്.
അപ്പം ഇയാൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ആയതുകൊണ്ടായിരിക്കും ഈ കുറേ കമൻറ്റോളികൾ വന്നിരുന്നു കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്നത്. അപ്പം ജാസിക്ക് പോലും ഒരാണായ ജാസിയെ പോലും ഇയാൾ വെറുതെ വിട്ടില്ല. ഗൾഫിൽ വെച്ചുള്ള അനുഭവമാണ് പറഞ്ഞത്. എന്നിട്ട് ജാസി പിന്നെ പറയുന്നുണ്ട് ജ്യൂസ് അങ്ങാണ്ട് കലക്കി കൊടുത്തു. അപ്പം ജാസിക്ക് പേടിയായി ഇനി ആ ജ്യൂസിൽ വല്ല മയക്കാങ്ങാനം കലക്കി കൊടുത്തിട്ട് ആണിനെയും പീഡിപ്പിക്കാൻ ഒരുങ്ങണമെങ്കിലോ. ആണായ ജാസിയെ പോലും ഇങ്ങനെ ചെയ്യുമോ എന്തോ എന്ന് ജാസി പേടിച്ച് കാണും. അതുകൊണ്ടാണ് ഇനി നമുക്ക് കള്ളക്കിളവനെ കൊണ്ടുപോകണ കാണണ്ടേ, അത് കാണണം. പിന്നെ അതില്ലാതെ പറ്റൂല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, കൈയൊക്കെ വലിച്ച് ഒടിച്ച്. കിളവൻ ജനങ്ങളെ പറ്റിച്ച് കുറേ ഉണ്ടാക്കി, കുറേ വെറുതെങ്കിലും ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് കവിടി നിരത്തി കുറേ ഇല്ലാ കഥകൾ മൊത്തവും പറഞ്ഞ് കുറേ ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കി ഈ കിളവൻ. നാട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അവരാരും പോകൂലായിരുന്നു. വരുന്നത് മൊത്തം ദൂര സ്ഥലങ്ങളിലുള്ളവരാണ്. ഒരുപാട് ദൂരെ കണ്ണൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അല്ലാതെ അടുത്തുള്ളവരാരും ഈ ഒരു പരിപാടിക്ക് പോകൂല. ആളുകൾക്ക് അറിയാമായിരുന്നു ഇത് കള്ളനാണെന്നും പണ്ട് ഓട്ടോ ഓടിച്ച് നടന്നതാണെന്നും. ഇയാൾ എന്തോ ജോത്സ്യൻ്റെ ഇത് പഠിച്ചിട്ടുണ്ടാന്തോ, അഥവാ എന്തെങ്കിലും തൂലൊക്കെ ഇതായി നോക്കുമ്പോൾ ആളുകൾ അയാളെ പിന്നെ കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം, ആ കണക്കിനൊക്കെ അല്ലേ. ആ കണക്കിനൊക്കെ ആയപ്പോൾ അയാൾക്കും ഒരു ഇതായോ, ഇനിയിപ്പോൾ എന്നെ ആളുകൾ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അപ്പോൾ എനിക്കിനി ഞാൻ എന്ത് കോപ്രായം കാണിച്ചാലും ജനങ്ങളത് വിശ്വസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ പ്രവൃത്തികൾ. ഇനി അയാൾ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം കാണാം. ഇയാൾക്ക് ചുറ്റിനും കുറേ സ്ത്രീകളാണ് കേട്ടോ, നല്ലതാണ്. ചുമ്മാല സ്ത്രീകൾ കൊണ്ടളവണം. ഇതൊക്കെയാണ് അയാളെ ആട്ടവും കൂത്തും. ഇതൊക്കെ ക്രിസ്മസിനാണ്. അത് സ്ത്രീകളെ ഇങ്ങനെ നിരത്തി അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മദ്യത്ത് ഒരു കൊട്ട വയറും എടുത്ത് വെച്ചും കൊണ്ട് ഇയാൾക്ക് എന്തോ ഒരു ഷർട്ട് എടുത്തിട്ടൂടെ. ഇയാളെന്തിന് ഇന്ന് പറഞ്ഞാൽ ഇതാണ് ഇയാളെ വയറാണ് മുഖ്യം, ഇയാളെ ശരീരം. ഇയാൾ ഡ്രസ്സ് ഇടാതെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ട് സ്ത്രീകൾക്ക് ആകർഷകമാകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതിങ്ങനെ ഇങ്ങനെ മത്തങ്ങ കണക്കത്തെ വയറും ഇങ്ങനെ എടുത്ത് വെച്ചു. കുറേ കള്ളത്തരമാണ് ഇത്, കള്ളജോത്സ്യം. കുറേ എന്തരൊക്കെ മാല, കുറേ ഇതൊക്കെ അങ്ങോട്ട് വാരിയിട്ട് കയ്യിലും കെട്ടി ചരടുകളും കെട്ടി എന്തരൊക്കെ കോലമാണോ എന്തോ കാണിക്കണം. ഇതെല്ലാം കണ്ട് കുറേ സ്ത്രീകളങ്ങ് മയങ്ങി വീഴും. കൂടെ നിന്നങ്ങ് പാടുകയാണ് നല്ലൊരു പാട്ട്, ക്രിസ്മസ് പാട്ട്. ഈ അമ്മയും മോളും കൂടി ഇയാളടുത്ത് വരുന്നു. രാജൻ ബാബുവിൻ്റെ അടുത്ത് അമ്മയും മകളും കൂടി വരുന്നു. എന്തിനാണ്? ബാധ തീർക്കാനായിട്ടാണ് വരുന്നത്. ഇയാൾ കൊല്ലത്തങ്ങണ്ടെയാണ് ഇരിക്കുന്നത്. വന്നതിന് ശേഷം ഈ അമ്മച്ചിയും കൊച്ചു അടുത്ത് ഇരിപ്പുണ്ട്, കൊച്ചിനെ കാണിക്കുന്നില്ല. അമ്മച്ചിയും മോളും അവിടെ ഇരിപ്പുണ്ട് ഇയാളടുത്ത്. അപ്പോൾ ഇയാളടുത്ത് പ്രതിവിധികൾ ചോദിക്കുകയാണ്. ഈ കുട്ടിക്ക് ബാധ കയറിയിരിക്കുകയല്ലേ, അപ്പോൾ അതിനെ ഒഴിപ്പിക്കാനായിട്ടുള്ള ഒരിത് അത് ഒന്ന് കാണാം. അമ്മച്ചി സംസാരിക്കണം. അമ്മച്ചിക്കാണ് ആദ്യം 2 കൊടുക്കാനുള്ള. ആ അമ്മയാണെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഊഹിച്ചും കൂടെ അങ്ങ് പറഞ്ഞാൽ കാര്യം ക്ലിയറായി. അതാണ് ഇവിടെ നടക്കുന്നത്. വിശേഷങ്ങളൊക്കെ തിരക്കും. വരുന്നവരടുത്ത് എന്താണ് വിശേഷം? ഇവന് 10ാം ക്ലാസ്സിനെ ജയിക്കുകയാണ് ചെയ്യുമോ? പഠിക്കുന്നേ ഇല്ല.
എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ്. ജയിക്കെങ്ങാനും ചെയ്യോ? പഠിക്കുന്നേ ഇല്ല. മോക്കിപ്പോൾ പിന്നെ എന്താന്നാണ് ജോലി അവിടെ? അതും ജോത്സ്യം ഇയാളടുത്ത് കൊണ്ടുവരികയാണ്. ചാരായം മാറ്റി നടന്ന, കള്ളും കുടിച്ച് നടന്ന ഇയാൾ എങ്ങനെ ജോത്സ്യനായെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ള ഒരുത്തൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നത്, എൻ്റെ മോള് ജയിക്കോ? ചുമ്മാ പറ്റൂല. മോളെ വീട്ടിലിരുത്തി അങ്ങോട്ട് പഠിപ്പിക്കണം. മോളെ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. സാധാരണ മക്കളെ കാര്യത്തിൽ വീട്ടിൽ ഇരുത്തി അവർ പഠിക്കണ എന്താണ് എന്നുള്ളത് നോക്കി വല്ലൊക്കെ 10 അക്ഷരം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ അതിനും കൊണ്ടുവന്ന് ജോത്സ്യൻ്റെ അടുത്ത് എൻ്റെ മോള് പഠിക്കണില്ല, എൻ്റെ മോള് പഠിക്കണില്ല. അല്ലെങ്കിൽ വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോയിക്കൂടെ? പഠിക്കാതെ ജയിക്കും. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ട് വന്നു. ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര മണിയാണ്? പിന്നെ ഞാൻ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് 14 ഒരു പിന്നെ ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു വീടിന്റെ വസ്തുവിന്റെ പ്രമാണം രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്റ്റേർഡ് കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രമാണത്തിന്റെ. അതിനാരെയും കാണണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതായത് അവരുടെ പ്രമാണത്തിൻ്റെ കോപ്പി നഷ്ടപ്പെട്ടു പോയി, അച്ഛൻ നുള്ളിക്കീറി കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണം എങ്ങനെ കിട്ടും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ ആ 20 ലക്ഷത്തിൻ്റെ കാര്യവും പറയുന്നത്. അപ്പൊ യഥാർത്ഥ പ്രമാണം എൻ്റെ ഹസ്ബൻഡ് ഭ്രാന്തളവുന്ന സമയമാണെങ്കിലാണ് ഇത് ഈ പറയണത്. ഈ കുട്ടിയെ കൊണ്ട് വന്ന് ഇതിനകത്ത് ഈ കിളവൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. അവരെ വീട്ടിലുള്ള കാര്യവും കുടുംബകാര്യങ്ങളും മൊത്തം പറയുകയാണ്. അപ്പം ഈ കുട്ടിയെ കൊണ്ട് വരണവരല്ലേ അടിക്കാനുള്ളത്? ഇവരെന്തിനു കൊണ്ടുവന്ന്? പിന്നെ അതുപോലെ തന്നെ പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോണ സമയത്ത് ഇയാളെ മുണ്ടഴിഞ്ഞു പോയി. ഇയാൾക്ക് എന്തിനു മുണ്ട്? ആ കുട്ടിയെ കൊണ്ട് അകത്ത് കയറിയിട്ട് ഇയാൾ ഇറങ്ങി ഓടിയത് ഈ അമ്മ അകത്തോട്ട് കയറി ചെന്നപ്പോൾ ഇയാൾ മുണ്ടില്ലാതെ ഒരറ്റത്തൂടെ ഇറങ്ങി ഓടിയതിന് മുണ്ടെന്തിന്? പിന്നെ കൈ ആളുകൾ വലിച്ചൊടിച്ചത് കൊണ്ട് പോലീസ് മുണ്ടുടിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട് പോലീസിന് വന്നല്ലോ. ഇതാണ് ആ വീഡിയോ. അമ്മയും മകളും വന്നിരുന്നും കൊണ്ട് ഇയാളടുത്ത് പറഞ്ഞ് അതിനുശേഷം ഇയാൾ ഈ മകളെ ഒറ്റയ്ക്ക് വേണമെന്ന് പറയുന്നു. അകത്തോട്ട് റൂമിനകത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ അതിനകത്ത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതത്രയും അയാൾ ചെയ്ത് ഭിത്തിയിലൊക്കെ പിടിച്ചു വെച്ച് ഇടിക്കുന്നു. 2 മണിക്കൂർ 1 മണിക്കൂറാകണ്ട കഴിഞ്ഞിട്ടും മകളെ കാണാത്തത് കൊണ്ട് അമ്മ പതുക്കെ കതവ് തുറന്നതും അയാൾ തുണിയൊന്നും ഇല്ലാതെ ഒരറ്റത്തോട്ട് ഓടണ്. മകള് വെപ്രാളം എടുത്തിട്ട് അതിനകത്ത് കിടന്ന് വിളിച്ചിട്ട് ആരും കേൾക്കാൻ പറ്റുന്നില്ല. ചുറ്റിനും ഒരു ഗുഹ കണക്കും എന്തൊക്കെയോ കണക്കുള്ള ഒരു വീടാണത്. ഉള്ളിലോട്ട് ഒരുപാട് റൂമുകൾ, ഒരുപാട് വാതിലുകൾ. ആ കുട്ടി എങ്ങനെയോ ഇയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ പെൺകുട്ടി ഇറങ്ങി ഒരു വശത്തോട്ട് അയൽവക്കത്തെ വീട്ടിൽ ഓടുന്നു. ഇങ്ങനത്തെ കള്ളമൂരാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം അടിക്കാനായിട്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ കാപാലന്മാരുടെ അടുത്തോട്ട് കൊണ്ടുപോകണേന്ന് ചോദിച്ചാൽ തന്നെ മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നുകിൽ ആശുപത്രികളിൽ കൊണ്ടുപോയി അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിലിരുത്തി പഠിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഈ കള്ളമൂരാരിയുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ജോത്സ്യനാണ് എന്ന് പറഞ്ഞും കൊണ്ട് അയാളില്ലാ കഥകളാണ് മൊത്തവും പറഞ്ഞുണ്ടാക്കണം. അയാൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയത് മൊത്തം ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കി. ഇതിനായിട്ട് കുറേ സ്ത്രീകളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പുരുഷന്മാരും ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടാ, തെന്നിയും തെറിച്ചുമൊക്കെ ഉണ്ട്. എന്തായാലും കുടവയറനെ കള്ളക്കിളവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇനി കള്ളക്കിളവനിൽ എന്തെല്ലാം കള്ളത്തരങ്ങളുണ്ടോ ഇതെല്ലാം ഇനി കണ്ടെത്തും, പോലീസ് കണ്ടെത്തും. എന്തായാലും ആ കുട്ടി ഈ കിളവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് തന്നെ വലിയ ഉപകാരം.